ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. പുറത്ത് പോയി ആ പെർഫോം ചെയ്യേണ്ട പോയിന്റിൽ ഇപ്പൊ ഇന്റർവ്യൂ ആയാലും എക്സാം ആയാലും അത് വിചാരിച്ച പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതും അതെ അതെ അത് ഈ ഒരു ബ്ലോക്കാണോ? തീർച്ചയായിട്ടും. അതായത് ഇന്നിപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എക്സാമിന്റെ രീതി എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ എക്സാം എഴുതുക മാത്രമല്ല, വൈവയും കൂടി അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ പല കുട്ടികളും സത്യത്തിൽ നന്നായിട്ട് പഠിച്ച് എക്സാം നല്ല രീതിയിൽ എഴുതും. പക്ഷേങ്കിൽ അവർ വൈവയ്ക്ക് ചെന്നിരിക്കുമ്പോൾ അവരവിടെ പാനിക്കാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്രാക്ടിക്കലിന്റെ മാർക്ക് ലഭിക്കാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ പെർഫോമൻസ് അവർക്ക് കാഴ്ചവെക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ നമുക്കറിയാം, ചില ബിസിനസ്സുകാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവര് ബിസിനസ്സിൽ ഭയങ്കര അഗ്രഗണ്യരായിരിക്കും. പക്ഷേങ്കിൽ അവർക്ക് അവരുടെ അടുത്തേക്ക് നേരിട്ട് വരുന്ന ഒരു കസ്റ്റമറെ കൺവിൻസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. അതുപക്ഷം അതിലും കഴിവുള്ള ഒരു സെയിൽസ്മാൻ ചിലപ്പോൾ അവരുടെ ഉണ്ടെങ്കിൽ അവരുടെ ബിസിനസ് വളരെ വിജയകരമായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ ഭൗതിക ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാലും ആത്മീയ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാലും വിശ്വചക്രം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും ബിസിനസ്സിലെ ക്ലോസിംഗിൽ വിശുദ്ധി ഓപ്പൺ ആവണം. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ആശയത്തെ ഏത് രീതിയിൽ മോൾഡ് ചെയ്ത് വേണമെങ്കിലും ഒരാളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വചക്രം ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള എനർജി കൊടുത്തുകൊണ്ട് ആ വിശ്വചക്രത്തെ ഓപ്പൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നോർമൽ പെർഫോമൻസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു വലിയ പെർഫോമറായിട്ട് മാറാനായിട്ട് സാധിക്കും.